വയനാട്ടിലെ നിലവിലെ സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് സംസാരിക്കുകയാണ്. അതിലേക്ക് ടി സിദ്ദിഖിന്റെ ആദ്യഘട്ടത്തിലുള്ള മത്സര രംഗത്ത് നിന്നും മാറാനും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായി നേതൃത്വം കൊടുക്കാനും ലഭിക്കുന്ന അവസരം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ഏറെ അഭിമാനകരമാണ്. ഇതിനേക്കാൾ വലിയ ഒരു അംഗീകാരം ഒരു കോൺഗ്രസ് പ്രവർത്തകനും ലഭിക്കില്ല. ഒരുപാട് വികസന മേഖലകളിലേക്ക് കടന്നു പോകേണ്ട ഒരു ഭൂപ്രദേശമാണ് വയനാട് പാർലമെന്റ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലെ ജനങ്ങൾക്ക് അനന്ത വികസന സാധ്യതകൾ തുറക്കാനുള്ള ഒരിടമായി മാറും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വിശ്വസ്ത പ്രചാരകരായി മുന്നോട്ടു പോകും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അതേപടി തുടരും. മുക്കത്ത് മുക്കം ടൗണിനടുത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ആയിരക്കണക്കിന് UDF പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുന്ന സ്ഥലത്താണ് തീരുമാനിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് UDF പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുന്ന കൺവെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ കൺവെൻഷനിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്ന വയനാട്ടിലെ ജനങ്ങളുടെയും UDF പ്രവർത്തകന്മാരുടെയും ഒരുമിച്ചുള്ള ആവശ്യം ഞങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഉന്നയിക്കും. ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയെ കൊടുക്കാൻ കേരളത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലഭ്യമാകുക. ഇത് കേരളത്തിലും ഇന്ത്യ രാജ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇതിന്റെ ശക്തമായിട്ടുള്ള അലയൊലികളുണ്ടാവും. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പല സ്റ്റേറ്റുകളും ഡിമാൻഡുകൾ ഉന്നയിച്ചു. കർണാടക, അതുപോലെ കേരളം, അതുപോലെ വിവിധ മഹാരാഷ്ട്ര, തമിഴ്നാട് വിവിധതാണ്. പക്ഷെ അതിനുള്ളതായ ഭാഗ്യം കിട്ടിയത് കേരളത്തിനാണ്, വയനാട് പാർലമെന്റിനാണ്. ഞാൻ ഒറ്റ കാര്യം കൂടെ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. മോഡി ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള ഈ വലിയ പോരാട്ടത്തിൽ ഞങ്ങൾ അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കും എന്ന് പറയുന്ന ഇടതുപക്ഷം
രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമോ എന്ന് അറിയാൻ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം വയനാട്ടിലെ ജനത രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്നാൽ നൽകാൻ ആവശ്യമായ എല്ലാവിധ മിഷണറിയും വയനാട് പാർലമെന്റിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വവുമായി, രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വവുമായി ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി ഫസ്റ്റ് സെന്റൻസ് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്നുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹവും റിക്വസ്റ്റുമാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം. പെട്ടെന്നുള്ളതല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നിലവിലുള്ളതായിരിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടണം കോൺഗ്രസിന്. അതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു മഹാഭൂരിപക്ഷത്തിലേക്ക് നയിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വം ആവേശകരമായിട്ടുള്ള ഒരു പിൻബലം നൽകും എന്ന് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നിലവിലുള്ളതായിരിക്കുന്ന പ്രചരണം അതേപടി തുടരും. അതിനേക്കാൾ വർദ്ധിത വീര്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയുണ്ടാകും. ഞങ്ങളതിൻ്റെ വിശ്വസ്ത പ്രചാരകരായി ഞങ്ങൾ അതിനൊക്കെ പങ്കാളിത്തം വഹിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിക്കും മത്സരിക്കാനുള്ളതായിരിക്കുന്ന ഒരാഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. അതിനേക്കാൾ വലിയ വാക്കില്ലല്ലോ. അങ്ങനെ ആവണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഞാൻ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്യുന്നു. ഈ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി അവിടെ വരുന്നതോടുകൂടി എന്നെക്കാൾ വലിയ ഭാഗ്യവാനായ കോൺഗ്രസ് പ്രവർത്തകൻ വേറെ ആളുകൾ ഉണ്ടാവില്ല. ഒരു ഉപാധിയില്ല. ഞങ്ങൾ അങ്ങോട്ട് വെക്കുന്ന റിക്വസ്റ്റാണ്. ഒരു ടിസ്റ്റും ഇല്ല. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടണം. ആ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി സ്ട്രാറ്റജിക്കലായി ഇന്ത്യൻ ജനാധിപത്യത്തിൽ CPM-നെതിരെ കേരളത്തിലെ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് അത് വടകരയിലാണ്. തർക്കം വേണ്ട. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലാക്കാക്കി നടത്തുന്ന അതിപ്രധാനമായ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആണ് ഈ സ്ഥാനാർത്ഥിത്വം. ഒരിക്കലുമല്ല. അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റില്ല. നോ. ഇവിടെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു വിഷയമല്ല. ഇന്നലെ ഞാൻ വയനാട്ടിൽ റോഡ് ഷോ പ്രചരണ പരിപാടികളായിട്ട് പോയ സമയത്ത് IC ബാലകൃഷ്ണൻ MLA ആണല്ലോ മുഴുവൻ നേതൃത്വം കൊടുത്തേ. അങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ലേ ഒരു ഏതാ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഈ പാർലമെന്റ് മണ്ഡലങ്ങളിലെ
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും UDF-ഉം മൊത്തമായി ഈ സ്ഥാനാർത്ഥിത്വം റിക്വസ്റ്റ് ചെയ്യാം. മൊത്തം ഏതാ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹം മത്സരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം UDF-ഉം കോൺഗ്രസും മുന്നോട്ട് വെക്കുക. അതാണ് ഞാൻ പറഞ്ഞേ. ഇന്ത്യ രാജ്യത്ത് BJP-യെ പിറകിലാക്കി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ എണ്ണം കൂടണം. അതിനെന്തൊക്കെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടോ ആ മൂവ്മെന്റ് ഞങ്ങൾ നടത്തും. ആ മൂവ്മെന്റിന്റെ ഭാഗം 1. 2, ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം വയനാട്ടിലായിരിക്കും. ഏറ്റവും വലിയ ഭൂരിപക്ഷം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം വയനാടാണ്. വയനാട് യഥാർത്ഥത്തിൽ അനുഗ്രഹീത ലോകസഭാ മണ്ഡലമായി ഈ സാഹചര്യത്തിൽ വയനാട് മാറിയിരിക്കുക. എങ്ങനെ നാടകീയ? ഇപ്പോ ഞാൻ പറയാം, കെ മുരളീധരൻ വടകര വന്നു. പൊളിറ്റിക്കൽ മൂവ്മെന്റാ? അല്ല, പൊളിറ്റിക്കൽ മൂവ്മെന്റാ അത് കേരളത്തിനകത്ത് പൊളിറ്റിക്കൽ മൂവ്മെന്റാ. ദേശീയ തലത്തിൽ ഈ തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. ആ തീരുമാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ അനുസരിച്ചുള്ള റിക്വസ്റ്റാണ് ഞങ്ങൾ വെക്കുന്നത്. ഏതാ? ഇല്ല, തീരുമാനം വന്നതിന് തീരുമാനം എന്ന് പറയുമല്ലോ. രാഹുൽ ഗാന്ധിയോട് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു മത്സരിക്കണം. ഏതാ? രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റിൽ മത്സരിക്കണം എന്നുള്ളതായിരിക്കുന്ന കേരളത്തിലെ അതുപോലെ വയനാട് പാർലമെന്റിലെ UDF-ന്റെ കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികളുടെ ഒന്നിച്ചുള്ള ആഗ്രഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി, CEC ഇതൊക്കെ പരിഗണിച്ച് നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏതാ? അഭിലാഷ്, രാഹുൽ ഗാന്ധി മത്സരിക്കുക, അത് വയനാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ആഗ്രഹം പ്രകടിപ്പിക്കാനും അത് സഫലീകരിക്കാനുമുള്ളതായിരിക്കുന്ന ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ? അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ? അത് കോൺഗ്രസ് വർക്കേഴ്സ് ഏതാ? അത് നിങ്ങൾ ഇന്നലെ നിങ്ങൾ ആ പ്രചരണം കാണാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ പ്രചരണം കാണാത്തതുകൊണ്ടാണ്. ഏതാ? KPC പ്രസിഡന്റും മറ്റുള്ള എല്ലാവരും ഇതിന്റെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇപ്പോ നമ്മുടെ മുമ്പിൽ മറ്റൊരു സബ്ജക്റ്റും ഇല്ല. സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തണം. അതിനേക്കാൾ വർദ്ധിതമായിട്ടുള്ള സന്തോഷവും അഭിമാനവും ഒരു കോൺഗ്രസ് പ്രവർത്തകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ റെക്കഗ്നീഷനും അംഗീകാരവും. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആത്മസംതൃപ്തിയോടുകൂടി സായുജ്യമടന്നതായിരിക്കുന്ന സന്ദർഭമാണ് ഈ സ്ഥാനാർത്ഥിത്വം വേണമെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹപ്രകടനം. അതിനേക്കാൾ വലിയതായിരിക്കുന്ന ഒരു അഭിമാനം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടാകാനില്ല. ഒരു അപ്രതീക്ഷിത നീക്കത്തിനപ്പുറം വയനാട്ടിലെ ജനങ്ങൾ അനുഗ്രഹീതരായി മാറുന്ന ഒരവസരമാണ്. വയനാട് പാർലമെന്റ് മണ്ഡലം ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്പേസിലേക്ക് വരികയാണ്. അവിടെ ഒരുപാട് ട്രൈബൽസ് ഉൾപ്പെടെ ഒരുപാട് വികസന പരിപാടികൾ ഉൾപ്പെടെ ഒരുപാട് അജണ്ടകൾ മുമ്പിൽ നടക്കേണ്ടതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഭൂപ്രദേശത്ത്
അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ഇതിനേക്കാൾ വലിയ അവസരം വേറെ ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനം. അവിടെയുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരം, അവിടെ നടക്കാൻ പോകുന്ന വികസന പദ്ധതികളെ കുറിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം, ഇതൊക്കെ ഇതിൽ ഘടകങ്ങളാണ്. അത്തരം ഒരു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, മറ്റു രീതിയിലേക്ക് ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, കേരളത്തിലും വയനാട്ടിലും വടകരയിലും ഒരു അസന്നിഗ്ധമായിട്ടുള്ള ഒരു സാഹചര്യം പോലുമില്ല. ഒരുമയോടുകൂടിയാണ് എല്ലാവരും ഒന്നിച്ചു പോവുകയാണ്. മറ്റുള്ള ഒരു കൺഫ്യൂഷനും ടെൻഷനും ഇല്ല. ഒരു മനസ്സോടുകൂടി ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കില്ലേ? ഇതിനേക്കാൾ വലിയതായിരിക്കുന്ന ഒരു സാഹചര്യം വേറെ ഉണ്ടോ? സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരം എന്ന് പറയാറില്ല, അതുപോലുള്ളൊരു തീരുമാനമാണ് പറഞ്ഞത്. കാരണം ഏറ്റവും സുരക്ഷിത നിയോജക മണ്ഡലം ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചു എന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി വരുന്നു എന്നത് അതിലേറെ സന്തോഷകരമാണ്. രാജേഷ് ഭായ്, ഇപ്പം ഫർദറായിട്ടുള്ള ഒരു ട്വിസ്റ്റിങ്ങിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ ഒരു ചെറിയ കല്ല് പോലും ഉണ്ടായിരുന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിലുണ്ടാവണം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കണം. അത് ഓൾറെഡി പറഞ്ഞല്ലോ. ദേശീയതല അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ കൈപോക്കെന്ന് പറഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എതിരായി മത്സരിക്കരുത്. ആ തീരുമാനം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.